അധികം വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കിവിടെ സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം ഒരു സാമ്പത്തിക ഇടപാട് എന്നാൽ ഈ സംഭവം കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അത് റെക്കോർഡ് ചെയ്യാൻ എനിക്കൊരു മനസ്സുണ്ടായി. അത് റെക്കോർഡ് ചെയ്യണം തോന്നി. അതിൽ സ്ത്രീ സാന്നിധ്യം പുള്ളി പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഉറപ്പായിട്ടും ആ പറയുന്ന നടിക്ക് നീതി ലഭിക്കണം. ലഭിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ദിലീപിനെ കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് ആ ഗൂഢാലോചന യഥാർത്ഥമായിട്ട് നടത്തിയത് ആരെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ദിലീപ് നിരപരാധിയാണെങ്കിൽ ഈ ദിലീപ് ഇത്രയും കാലം അനുഭവിച്ചില്ലേ ആ ഒരു മാനഹാനി, അതിന് കണക്ക് പറയേണ്ട എല്ലാ ടീമുകളും, പ്രത്യേകിച്ച് ദിലീപ് ഇവിടെ നിരപരാധിയാണെന്നുള്ള രീതിയിൽ തെളിയുന്ന പല കാര്യങ്ങളും പുറത്തു വരികയാണ്. ഇവിടെ മീഡിയക്കാർ വഹിച്ചിട്ടുള്ള ഒരു നാറിയ പങ്കുവലി ഉണ്ട്. ആ സാധനം അടക്കം ഞാനിപ്പോ എക്സ്പോസ് ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും ഈ ഒരു വിഷയത്തിൽ ദിലീപിന്റെ ഈ കേസിൽ ദിലീപിനെ കുറ്റവാളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിച്ച മാധ്യമങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയെങ്കിലും ദിലീപിനെ കുറ്റവാളിയാക്കണം, മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മീഡിയക്കാർ ഉൾപ്പെടെ കളിച്ച കളി പോലെ ഫീൽ ചെയ്യുക. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും ഈ പറയുന്ന ലാലിന്റെ പേരിൽ ഒരു ആരോപണം പോലും ഈ മീഡിയക്കാർ വെച്ചില്ല? അല്ലെങ്കിൽ ഈ വണ്ടിയുടെ RC ഓണറായിട്ടുള്ള ആളെ ചോദ്യം ചെയ്യണമെന്നോ അതിന്റെ പിന്നാലെ പോകണമെന്നോ ഈ പറയുന്ന ആ ഒരു സിനിമാ സെറ്റിൽ വേറെയും ഒരു യുവ നടിക്ക് ഒരു വിഷയം നടന്നതും ബന്ധപ്പെട്ടതും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് എന്തുകൊണ്ട് അന്ന് ഇതിനെയൊന്നും പറ്റിയിട്ട് ചോദ്യം ചെയ്തില്ല? ലാലിന്റെ മകന്റെ അടുത്ത് നിന്നും കൊണ്ട് മോശം അനുഭവം ഈ ഹണീബി മൂവിയുടെ ആ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യവും അതിനെ പിന്നെ സെറ്റിൽമെന്റ് ചെയ്ത കാര്യവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അങ്ങോട്ടൊന്നും അന്വേഷണം പോവാതെ നേരെ പൾസർ സുനി ദിലീപിന്റെ പേര് പറയാൻ കാത്തിരുന്ന് ദിലീപിന്റെ പേര് പറഞ്ഞത് നേരെ ദിലീപിലോട്ട് അന്വേഷണം പോയത്? എനിക്ക് ഇതുവരെ അതങ്ങോട്ട് മനസ്സിലാവണില്ല. അതിന്റെ ആ ഒരു നീക്കുപോക്ക് ഇവിടെ മാധ്യമങ്ങൾ നല്ലൊരു ഊച്ചാളി പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ്. ആദ്യം ഞാൻ ന്യൂസ് ഒന്ന് കൊടുക്കാം. നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശത്തിലേക്കാണ്. കോടതി വിധിന്യായത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ച വെളിവാക്കുന്ന പരാമർശങ്ങളുമുണ്ട്. പൾസർ സുനി പറഞ്ഞ ലേഡിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. പൾസർ സുനി പറഞ്ഞ ലേഡി ആര് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടായിരുന്നു. എന്നാൽ അത് അന്വേഷിച്ചില്ല. പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്ത് വെച്ചാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. സത്യമല്ലേ? കറക്റ്റ് അല്ലേ? അതായത് പൾസർ സുനി ഒരു മേഡത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മേഡം ഏത് മേഡമാണെന്നോ അതിന്റെ പിന്നാലെ അന്വേഷിക്കാൻ പോകാൻ ആരും തയ്യാറായില്ല. പകരം പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞത് നേരെ വാ എല്ലാരും വണ്ടിയെടു ദിലീപിനെ പൊക്ക. ഈ സെറ്റപ്പായിരുന്നു. ഈ മേഡം എന്ന് പറയുന്നുണ്ടല്ലോ, മാർട്ടിൻ ഒരു മേഡത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ മേഡമാണോ ഈ പൾസർ സുനി പറഞ്ഞ മേഡമാണോ? ഈ രണ്ട് മേഡം ഒന്നാണോ? അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ മീഡിയക്കാരെ നല്ല ഒന്നാം തരം നാറിയ കളിയാണ് ഇതിന്റെ ഇടയിൽ കളിച്ചത്. ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. ദിലീപാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് മീഡിയക്കാർ വെച്ചിട്ടുണ്ട്. ആ സാധനം മാറി ചിന്തിക്കാൻ പറ്റാതെയാണ് ഇപ്പൊ ജനങ്ങൾ വിട്ടികളായിട്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറയാം. ബിനിലുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, പൾസർ സുനി എപ്പോൾ നൽകിയ മൊഴിയിലാണ് അന്വേഷണ സംഘത്തിനാണോ ഇങ്ങനെ ഒരു ലേഡി തന്ന കൊട്ടേഷനാണ് ഞാൻ ചെയ്തത് എന്നുള്ള മൊഴി നൽകിയിരുന്നത്? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പൾസർ സുനിയുടെ ആദ്യ മൊഴിയിൽ പറയുന്ന ലേഡി ആര്, അവരെക്കുറിച്ച് പ്രോസിക്യൂഷൻ പോലീസ് ഒരു അന്വേഷണവും നടത്തിയില്ല എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം പൾസർ സുനി പറയുന്നത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതായിരുന്നു. പിന്നീട് പൾസർ സുനി ആ മൊഴി മാറ്റി ദിലീപിന്റെ കൊട്ടേഷനായിട്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അതെ, അതായത് ഈ പൾസർ സുനി ഒരു ലേഡിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഒരു ലേഡിയാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറെ പേര് അതിപ്പോ കാവ്യമാധവനാണെന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. കാവ്യമാധവനാണ് പൾസർ സുനി പറഞ്ഞ ലേഡി മാഡം എന്നൊക്കെ. അങ്ങനെ ഒരു കോമഡിയാണ്. അതുകൊണ്ട് കാവ്യമാധവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദിലീപ് ഇത് ഏറ്റെടുത്തതെന്ന് പറയുന്ന ടീംസ് വരെ ഉണ്ട്. ഞാൻ അതൊക്കെ കമന്റുകളിൽ കണ്ടതാണ് കേട്ടോ. കാവ്യമാധവന് വേണ്ടിയിട്ടാണ് ദിലീപ് ഈ കുറ്റം ഏറ്റെടുത്ത് സ്വന്തം നെഞ്ചത്തോട്ട് വച്ചതെന്ന് വരെ പറയുന്ന ആൾക്കാരെ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അത്രയും ബോധവും വെളിവും ഇല്ലാതെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇവിടെ ഈ പൾസർ സുനി ഒരു ലേഡി ഉണ്ട്, ഒരു ലേഡിയാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ അന്വേഷിക്കുകയോ ആ സമയത്തുള്ള അന്വേഷിച്ച ഉദ്യോഗസ്ഥരൊന്നും അന്വേഷിച്ചില്ലേ. അവര് ദിലീപിന്റെ പേര് കേട്ടപ്പോ അത് കേൾക്കാത്ത ഈ വണ്ടി എടുത്ത് സൈറണം മുഴക്കി നേരെ പോയി ദിലീപിന്റെ വീട്ടിലോട്ട് വാട മക്കളെ പൾസർ സുനി നിന്റെ പേര് പറഞ്ഞു വാ നീ ഒരു 80 ദിവസം അത്തേട ഈ സെറ്റപ്പിൽ പിടിച്ചോണ്ട് പോവുകയായിരുന്നു. അതിന്റെ പിന്നാലെ നേരെ അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്തിന്? മാർട്ടിൻ വന്നിട്ട് ലാലിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടൻ ലാലിന്റെ പേര് മാർട്ടിൻ പറഞ്ഞു. അടുത്ത് മഞ്ജു വാര്യരുടെ പേരും പറഞ്ഞു. മഞ്ജു വാര്യന് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നാലെ ഒന്നും അന്വേഷണം പോയില്ല. എന്തുകൊണ്ട് അന്വേഷണം പോയില്ല? പൾസർ സുനി പറഞ്ഞ അല്ല ശരിയാണോ? അങ്ങനെയാണ് മാർട്ടിൻ പറഞ്ഞ അതും വിശ്വസിക്കണമല്ലോ. പൾസർ സുനി പറയുമ്പോ എല്ലാം കറക്റ്റാണ്. പൾസർ സുനി നമ്മുടെ സ്വന്തം ആളല്ലേ പൾസർ സുനി. അവൻ പറഞ്ഞാൽ കറക്റ്റാണ്, അച്ചട്ടാണ്.
മറ്റേ പൂജാരിമാർ പറയുന്ന പോലെ പൾസർ സുനി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അച്ചൊട്ട് സാധനമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ പൾസർ സുനി പറഞ്ഞപ്പോൾ എല്ലാം വിശ്വസിച്ചു. മാർട്ടിൻ പറഞ്ഞപ്പോൾ അവന്റെ വായും പൊത്തി എടുത്ത് വലിച്ചീത്തെടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത് വ്യത്യാസം. ഇത് ഗൂഢാലോചന നടത്തിയത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുമോ? അല്ല, ദിലീപ് ആണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് നടക്കുന്നവരടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ദിലീപാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഉറപ്പിച്ച് നടക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. ഈ കോടതിയിൽ ഈ ആരോപണങ്ങളും കാര്യങ്ങളും മറ്റേ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സകല തെളിവുകളും കോടതി ഇപ്പൊ എല്ലാം പൊളിഞ്ഞടിക്കും. അതായത് ദിലീപിനെ ഇവിടെ തൂക്കി തീർക്കണമെന്നൊന്നും അല്ല ആരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കരിയർ തുളയ്ക്കുക. അത് നല്ലോണം നടന്നിട്ടുമുണ്ട്. ആ സമയത്ത് 8-9 വർഷം ദിലീപിന്റെ കരിയർ തൊലഞ്ഞു. ഏത് ലെവലിൽ ഏത് ഹൈപ്പിൽ എത്തേണ്ട ആള് തൊലച്ചില്ലേ? അതാണ് പറഞ്ഞ ഉദ്ദേശം നടന്നു. പക്ഷെ നടത്തിയവന്മാർ ഇപ്പോഴും സുഖമായിട്ട് രാമ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവന്മാരാണ് തൂക്കേണ്ടത്. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം പറഞ്ഞ ലേഡി ആര് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാകാതെ ഈ പൾസർ സുനി രണ്ടാമത് പറഞ്ഞ ദിലീപിലേക്ക് അന്വേഷണം പോവുകയാണ് ഉണ്ടായത്. പ്രോസിക്യൂഷനും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേഡി ആര് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു. അത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നാണ് പ്രോസിക്യൂഷനെ വാദങ്ങളെ തള്ളിക്കൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയും 8-ാം പ്രതിയായ ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ പൾസർ സുനി പറഞ്ഞിരുന്നു ഒരു മാഡത്തിന്റെ കൊട്ടേഷൻ ആണ് എന്ന്. ആ മാഡത്തിലേക്ക് അന്വേഷണം പോയില്ല എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറുന്നത്. അതാണ് ഈ പ്രധാനപ്പെട്ട ഉത്തരവിൽ കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഇവിടെ പൾസർ സുനി ആദ്യം പറഞ്ഞ ഒരു മാഡത്തിന്റെ കൊട്ടേഷൻ ആണെന്ന്. എന്നാൽ ആ മാഡത്തിലോട്ട് അന്വേഷണം ഒന്നും പോയിട്ടില്ലായിരുന്നു. ഈ വിഷയം നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് പുറത്തു വന്ന് മഞ്ജു വാര്യറാണ് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്. ഈ മഞ്ജു വാര്യർ എങ്ങനെയാണ് അറിഞ്ഞത് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്? എനിക്കത് മനസ്സിലായിട്ടില്ല, ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു വാര്യർ എങ്ങനെ അറിഞ്ഞു? അപ്പൊ മഞ്ജു വാര്യറിനെ ചോദ്യം ചെയ്യണ്ടേ, നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉള്ള കാര്യം അറിഞ്ഞു? അത് ചോദ്യം ചെയ്യേണ്ട കാര്യമല്ലേ? ചോദ്യം ചെയ്തോ? ചെയ്യേണ്ട രീതി ചെയ്തോ? ഇല്ല. അതാണ് പറഞ്ഞത്. ഇവിടെ നല്ല വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതൊന്നും തെളിയിക്കാൻ നിൽക്കുന്നില്ല. നേരെ ദിലീപ് എന്ന് പറഞ്ഞപ്പോ പിടിച്ചകത്തിട്ട് ഇതാണ് പരിപാടി നടന്നിട്ടുള്ളത്. ഇതാണ് ഗൂഢാലോചന. ദിലീപിനെ കൊടുക്കുക എന്നതാണ് ഗൂഢാലോചന ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് അവൻ അല്ലെങ്കിൽ വേറെ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്? യഥാർത്ഥ പ്രതികളെയല്ലേ ശിക്ഷിക്കേണ്ടത്. ദിലീപിനെതിരെ ഒരു തെളിവുമില്ലാതെ എല്ലാം ഫാബ്രിക്കേറ്റഡ് തെളിവുകൾ ആയതുകൊണ്ടാണ് കോടതി വെറുതെ വിട്ടത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കേണ്ടേ? ഇതാണ് എന്റെ ചോദ്യം. ഇത് മാത്രമാണ് എന്റെ ചോദ്യം. ഇനി ഞാന് ഈ പൾസർ സുനിയുടെ കേസ് പറഞ്ഞല്ലോ. പൾസർ സുനി ആദ്യം ഒരു മേഡത്തിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ദിലീപിലോട്ട് പോയപ്പോഴാണ് ദിലീപേ ശരണമൊന്നും മീഡിയക്കാർ ഉൾപ്പെടെ അങ്ങോട്ട് പോയി ദിലീപിനെ ലോക്കാക്കിയത്. ഇനി മാർട്ടിൻ ഒരു മേഡത്തിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-ാം പ്രതിയായ മാർട്ടിൻ ഒരു മേഡത്തിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മേഡത്തിന്റെ പേരടക്കം മാർട്ടിൻ പറയുന്നുണ്ട്. ആ മേഡം ഏത് മേഡമാണെന്ന് നിങ്ങൾ കേൾക്ക്. ആ മേഡത്തിലോട്ടൊന്നും ചോദ്യം പോയിട്ടില്ല, ചോദ്യം ചെയ്യൽ പോയിട്ടില്ല. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഓക്കെ, മഞ്ജു വാര്യർ മാത്രമല്ല രമ്യ നമ്പീഷിന്റെ പേരും കൂടി ഇവിടെ മാർട്ടിൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ഇതിന്റെ പിന്നാലെ ഒന്നും അന്വേഷണം പോയില്ല? എനിക്കിതാണ് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് പോയില്ല? പൾസർ സുനി അടക്കം ഒരു മേഡം എന്നാണ് പറഞ്ഞത്. ഒരു മേഡമാണ് ഇതിന്റെ പിന്നിലെ കൊട്ടേഷൻ എന്ന് ആദ്യം പറയുന്നത്. എന്നിട്ടാണ് മാറ്റി ദിലീപിന്റെ പേര് പറയുന്നത്. അതിന് ദിലീപിന്റെ പേര് പറഞ്ഞാൽ വേറൊരുത്ത ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ടായിട്ട് അവനുള്ള മറുപടി ഞാൻ തരാം. അതിനു മുന്നേ ബാക്കി ന്യൂസ്. ഈ കേസിലെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു കാരണം ഈ ലേഡി ആര്, അതായത് പൾസർ സുനി ആദ്യം മൊഴിയിൽ പറഞ്ഞ ലേഡി ആര് എന്നത് അന്വേഷിക്കാതെ പിന്നീട് മൊഴി മാറ്റി പറഞ്ഞ പൾസർ സുനി അത് ദിലീപിന് മേലേക്ക് കൊണ്ടുവരുന്നു. ആ ദിലീപിലേക്ക് അന്വേഷണം പോകുന്നു. പക്ഷേ ഈ ലേഡിയിലേക്ക് ഒരു അന്വേഷണം ഉണ്ടായില്ല എന്നതാണ് കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം. കേട്ടല്ല ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? ആ ലേഡിയിലോട്ട് അന്വേഷണം പോയോ? ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം കൂടി എവിടെ ഇരുന്നു? ദിലീപിന്റെ നെഞ്ചത്തിരുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി മറ്റേ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി ദിലീപിനെതിരെ ശക്തമായിട്ട് വന്ന് അങ്ങ് വാരിക്കോരി അടിച്ചല്ലോ. അതുപോലെ ബിജു എന്ന് പറയുന്ന ഏതോ വ്യക്തി ദിലീപുമായിട്ടിരുന്നും കൊണ്ട് മെമ്മറി കാർഡ് ഊരിയെന്നും വീഡിയോ കണ്ടെന്നും ഒരുമിച്ചിരുന്ന് കണ്ടെന്നും പൊട്ടിച്ചിരിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അന്നേ ദിവസം ആ ബിജു എന്ന് പറയുന്ന വ്യക്തി എങ്ങാണ്ട് തന്റെ മോളെ വിളിക്കാനായിട്ടോ മോളുടെ ആവശ്യത്തിനായിട്ട് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പൊ അവിടെ തന്നെ ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കോടതിയിൽ പൊളിഞ്ഞു. ഇന്ന് ആ വ്യക്തി ഈ ഭൂമിയിൽ ഇല്ല. പക്ഷേ പറഞ്ഞു വെച്ച കാര്യങ്ങളിലെല്ലാം പച്ചക്കള്ളമുണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങൾ വെച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നതും മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ദിലീപുമായിട്ട് അത്രയും ക്ലോസ്, കാവ്യ മാധവനുമായിട്ട് അത്രയും ക്ലോസ്, അവർ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ ഇരുന്ന വ്യക്തികളാണെന്ന് തോന്നും. ആ പറച്ചിലാണ് ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദിലീപിനെ ഒറ്റോ നാളെ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന സുഹൃത്ത്, ഞാനുമായിട്ട് എല്ലാ ഉടായ്പ തനങ്ങൾക്കും എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്ത്, ഞാൻ ഏറിപ്പോയതിനു ശേഷം എന്റെ ഏതെങ്കിലും ഒരു കേസ് വന്നതിന് ശേഷം അവൻ എനിക്കെതിരെ പറയാൻ നിൽക്കത്തില്ല. അങ്ങനെ എനിക്കെതിരെ പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എവിടെന്നെങ്കിലും പൈസ വാങ്ങി നക്കിയിട്ടുണ്ടാവണം. അല്ലാതെ എനിക്കെതിരെ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നവൻ പറയത്തില്ല. മനസ്സിലായ കാര്യം പിടികിട്ടിയ? അങ്ങനെ എനിക്കെതിരെ ഒരു വ്യാജ ആരോപണം അല്ലെങ്കിൽ ഉള്ള കാര്യം തന്നെ പുറത്ത് പറയണമെങ്കിൽ അവൻ എവിടെന്നെങ്കിലും പൈസ വാങ്ങി നക്കണം. നക്കാണ്ട് അവൻ പറയത്തില്ല. ചിന്തിക്ക്. ഇനി മറ്റേ അണ്ണൻ പറയുന്ന കേട്ടു. അണ്ണൻ കുറെ കാര്യങ്ങൾ കാര്യമായിട്ടിരുന്ന് പറയുന്നുണ്ട്. പോലും എന്റെ പരാതിയിൽ ദിലീപ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പരാതി യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ അതെല്ലാവർക്കും മനസ്സിലാവും. 2017 അതായത് പുള്ളി കെട്ടിയെന്ന് ഞാനും വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതായത് ഞാൻ ഈ വാർത്തകൾ, അതായത് 2017 ഈ പർട്ടിക്കുലർ നവംബർ 15-ാം തീയതി ഞാൻ അവിടെ നിന്ന് അവർ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇത് ചിലപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ചെയ്ത ആളുകൾ ഇവിടെ കൂടെ ഉണ്ട്. ഇത് ചെയ്യിപ്പിച്ച ആളുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ, ചെയ്ത ആളുകൾ ജയിലിറങ്ങിയാണ്, ഇത് ചെയ്യിപ്പിച്ച ആളുകൾ ഇവിടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലെ സംഭാഷണങ്ങൾ അവിടെ വന്നതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്യാൻ ഇടയുണ്ടായത്. ഓക്കെ, അണ്ണ റെക്കോർഡ് ചെയ്ത് എവിടെയാണ് അണ്ണ റെക്കോർഡ് ചെയ്ത്? അണ്ണ റെക്കോർഡ് ചെയ്ത വോയിസുകൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ ദിലീപ് സീനെന്ന്. എന്നാൽ ആ വോയിസുകളിൽ ഒരു തേങ്ങയുമില്ല. അണ്ണ റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊക്കെ കേട്ട സമയത്ത്. അതുപോലെ തന്നെ അണ്ണനും ദിലീപും തമ്മിൽ ഒരു സെൽഫി കാണിച്ചല്ലോ, ഇടയിൽ കണ്ടായിരുന്നല്ലോ. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നൊന്നും തോന്നുന്നില്ല. ആ സ്ഥിതിക്ക് അണ്ണൻ കണ്ടു കേട്ടു, അണ്ണൻ റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടല്ലോ വലിയ വായ്ത്താളത്തില്. ഇതൊന്നും സത്യമാവാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞത് വ്യാജമാണെന്ന് കോടതിയിൽ തെളിഞ്ഞു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ദിലീപിനെ വെറുതെ വിട്ടത്. അതുകൊണ്ട് അണ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ. അല്ലാത്ത പക്ഷെ അറിയത്തില്ല. ഇനി ബാക്കി കൊടുക്കാം. വേറൊരു അണ്ണ ഇതിന്റെ ഇടയിൽ കിടന്ന് വായ്ത്താളം അടിക്കണം. അണ്ണന് എത്ര 25 ലക്ഷം 5 സെന്റ് സ്ഥലവും കൊടുക്കാന്ന് പറഞ്ഞു. എന്തോന്നടേ ഇത്? ചുമ്മാ അടക്കണ. പൾസർ തുനിക്ക് 1.5 കോടി, വേറൊരുത്തർ 25 ലക്ഷവും 5 സെന്റ് സ്ഥലവും. ദിലീപൻ എന്തോ പറയാ, ചുമ്മാ അടക്കണം ഇതെല്ലാം. ഒരു പെണ്ണിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വാരിക്കോരി കൊടുക്കണ എന്തുവാടാ? അതും ആ കാലത്ത് 8 വർഷം മുന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1.5 കോടി സുനിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അടുത്ത് 25 സെന്റ് സ്ഥലവും ലക്ഷവും 5 സെന്റ് സ്ഥലവും കൊടുക്കാന്ന് പറയുന്നു. ദിലീപിന് ഇത്രയും ചുമ്മാ അടക്കണ? പക്ഷെ ദിലീപിനെ കരിയർ തകർത്തുകൊണ്ട് ആ സ്ഥാനത്ത് ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ശ്രമിച്ചിട്ട് 2 കോടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൽ തെറ്റിയാൻ കാണുന്നില്ല. പക്ഷെ ഇടം പിടിക്കാൻ ശ്രമിച്ചവർ ആര്? മുഞ്ചി കാണണമല്ലോ. അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ആ മനുഷ്യനെ കുടുക്കി, അല്ലെങ്കിൽ അത് തെളിയിക്കട്ടെ. ഇനിയിപ്പോ അപ്പീലായിട്ടൊക്കെ മുകളിലോട്ട് പോകുന്നുണ്ട്, തെളിയണം. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ തെളിയണം. ദിലീപ് ആണ് കുറ്റവാളിയെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് അല്ലെങ്കിലുള്ള ആളെ നമുക്ക് യഥാർത്ഥമായിട്ടൊന്ന് കാണണം. അവനെ തന്നെ അടുത്ത് ശിക്ഷിക്കേണ്ടത്. ഇങ്ങനെ ജീവിതകാലത്ത് 8-9 വർഷം തുലച്ച് നാറാണത്താക്കി. ഇനി അപ്പീലായിട്ട് മുകളിലോട്ട് പോയാലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. എന്ത് തെളിവിരിക്കുന്നു ദിലീപിനെതിരെ? എന്ത് തെളിവിരിക്കുന്നു? ഇവിടെ അതിജീവിതയുടെ വക്കീൽ വന്ന് നടന്നു, ഇഷ്ടം പോലെ തെളിവെന്ന്. എന്ത് തെളിവ്? അവരെ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു തേങ്ങ അറിയത്തില്ലെന്ന്. അത് നല്ലപോലെ വെടിപ്പായിട്ട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളി പോയിട്ട് ഒരുത്തന്നെ ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊള്ളാം. അതിജീവിതയുടെ അവസ്ഥയാണ് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തത്. ആ പെണ്ണ് അനുഭവിച്ചിട്ടുള്ള ആ ഒരു കൊടും ക്രൂരത. അല്ലാണ്ട് എന്നാ പറയാനാ? ആ പെണ്ണിന് നീതി കിട്ടിയില്ല. ദിലീപ് നിരപരാധിയാണെങ്കിൽ അവനും അനുഭവിച്ചു ചുമ്മാ 8-9 വർഷം. അതാണ് അവസ്ഥ. ഇനി എന്തായാലും വേറൊരുത്തം പറഞ്ഞല്ലോ 25 ലക്ഷം രൂപ 5 സെന്റ് സ്ഥലവും കിട്ടിയെന്ന് പറഞ്ഞു. കേട്ടോക്കാം. ആളൂര് ഈ കേസ് ഞാൻ വാദിച്ചോളാം, ഞാൻ കൈകാര്യം ചെയ്തോളാം, നടിയാക്രമണ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ അമീറുൽ ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞുവിട്ട് അമീറുൽ ഇസ്ലാം സുനീനെ ധരിപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ഏറ്റവും അവസാനം സുനി ഈ ആളൂരിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആളൂർ പറയുന്നത് എനിക്ക് ഇത്ര രൂപ, എത്രയോ എനിക്കറിയില്ല, എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. ആളൂരുടെ ജൂനിയറോ ആരോ വന്ന് ഇത്ര രൂപ അതിന് അഡ്വാൻസ് കൊടുക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് അതുവരെ ഈ പറഞ്ഞ സുനിയുടെ യജമാനെ തേടി സുനി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് നിന്നില്ല. അങ്ങനെ പലപ്പോഴും ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ വക്കീലിന് പൈസ കൊടുക്കാൻ, അതുപോലെ മറ്റെന്തോ കൂട്ടുപ്രതികൾക്ക് എന്തോ സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് വീട് ചെത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് യജമാനെ അന്വേഷിച്ച് സുനി കത്തെഴുതിയതും ഫോൺ വിളിച്ചതും മറ്റു കാര്യങ്ങളും. അതുവരെ ഇവരെ ഈ പറഞ്ഞ ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്റെ പൊന്നളെ, നീ എന്ത് തേങ്ങയാ പറയുന്നേ? ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്ക്. അതായത് ജയിലിൽ നിന്നും ഒരു കത്ത് പുറത്തോട്ട് എഴുതി കഴിഞ്ഞാൽ അത് പോലീസുകാർ വായിച്ചിട്ടേ അത് പുറത്തെത്തത്തുള്ളൂ. അങ്ങനെ അത് അറിഞ്ഞുകൂടാത്ത ഇജുജു വാവേ കൊച്ചു പിള്ളേന്നല്ല പൾസർ സുനി. അവന് ഉറപ്പായിട്ട് ആ കേസ് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കത്ത് അവൻ എഴുതിയെന്ന് ഞാൻ പറയത്തില്ല, അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് പോലീസുകാരുടെ അറിവോടുകൂടി
അല്ലെങ്കിൽ നീ പറ അവന്റെ കയ്യിൽ എങ്ങനെ അവനെ പോലീസ് ഹെൽപ്പ് ചെയ്യാതെ എങ്ങനെ അവന്റെ കയ്യിൽ ഫോണെത്തി? നീ പറയടാ അണ്ണ. ശ്രീലേഖ IPS അവര് പറയുന്നുണ്ടായിരുന്നല്ലോ അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെന്ന്. പോലീസുകാരെ അറിയാതെ ജയിലിൽ കൂടി അവൻ എങ്ങനെ ഒളിപ്പിച്ച് കയറ്റും ഫോണ്? ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ചുമ്മാ തള്ളി മറിക്കല്. ഒരുത്തനെ കുറ്റവാളി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി നടത്തുന്ന ഒരു ഗൂഢാലോചന. അത് എന്തിനാണെന്ന് അറിയത്തില്ല. ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങി നക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നും അറിയത്തില്ല. കൊള്ളാം, അണ്ണന്മാരെല്ലാവരും ഒന്നടങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല പോലെ കളിച്ചു കേട്ടോ, നല്ല ഒന്നാം തരം കളി കളിച്ച്. നാറിയ കളി. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു സാധാരണ ഒരു ചിന്താഗതി വെച്ചിട്ട് ചിന്തിക്കുക. പിന്നെ സാധാരണ ജനങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല. മീഡിയക്കാർ ഇല്ലാത്ത കഥ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ച് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് അത് ഇപ്പൊ തെളിവ് സഹിതം ഞാൻ പൊളിച്ചു തരാം. പൊളിച്ചിപ്പോ തരാം, കൈത്തരാം. അവന്റെ കൂട്ടുപ്രതിയിൽ ഒരാൾക്ക് വീട് വരെ ജപ്തിയായി പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവൻ അല്ലാതെ കയറിച്ചു എന്ന് അവന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വക്കീലിന് കൊടുക്കാനായിട്ട് പൈസ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ആളിനില്ല എങ്കിൽ പിന്നെ എന്ത് കൂറാണ് ഇവർക്കുള്ളത്? ശരിയായിട്ടും അത്രേ ഉള്ളൂ. അത് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ദിലീപ് എന്ന് പറയുന്ന ആളെ. സുനി പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സകല ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതും. ഇപ്പോൾ പരമാവധി അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്യിച്ചതെന്നുള്ള എൻ്റെ എല്ലാ തെളിവും പോലീസിന് സുനി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. എടാ, നിനക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നീ പിന്നെ എന്നാ ഗീരവത്തിന് സംസാരിക്കുന്നത്? എല്ലാം കൊടുത്തു തോന്നുന്നു അറിയില്ല, എനിക്ക് കൂടുതൽ അറിയില്ല. അറിയാത്ത കാര്യം പിന്നെ എന്നാ ഗീരവത്തിനാ പറയാൻ പോകുന്നത്? മീഡിയക്കാർ കാണിച്ച അതേ പരിപാടിയാ. മീഡിയക്കാർ എന്നാ കാണിച്ചോ? ഇഷ്ടംപോലെ തെളിവ് ദിലീപിനെതിരെ കിട്ടിക്കഴിഞ്ഞ് സുഹൃത്തുക്കൾ അത് ഇത് മറ്റോ മറിച്ച് തേങ്ങയാണ് കൊലയാണ് മാങ്ങയാണെന്ന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഫോട്ടോഷോപ്പ് അടക്കം അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചെയ്ത് കെട്ടുകഥ ചമച്ചുണ്ടാക്കി അവനകത്താക്കി. അത് പുറത്തറിഞ്ഞതിന് ശേഷം ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജനങ്ങൾ പറയുന്നത് വിവരമില്ലാത്ത ജനങ്ങൾ പറയുന്നത് ഇപ്പോഴും വിവരമില്ലാത്ത ആൾക്കാർ. കാരണം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ ശിക്ഷിച്ചില്ല. ഇവിടെ തെളിവെന്ന് പറഞ്ഞ സാധനം അവിടെ വേണ്ടേ? ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ സാധനം വെച്ചിട്ടാണ് കളിക്കേണ്ടത്. പിന്നെ ലവൻ പറയുന്നത് എനിക്കറിയില്ല, അവരാതെ മൊത്തം പറഞ്ഞിട്ട് എനിക്കറിയില്ല, എനിക്ക് കേട്ടോളം കണ്ട് ആരൊക്കെ പറഞ്ഞുള്ള പരിചയമുള്ളൂ. പിന്നെ സുനിയുടെ കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. ഈ സുനി ഇപ്പൊ ദിലീപിന് വേണ്ടിയിട്ടാണ് പണിയെടുത്തത്. അല്ലെങ്കിൽ സുനിയുടെ കേസ് വിട്. ഞാൻ ഒരു മുതലാളിയായിട്ട് ഇരുന്നും കൊണ്ട് ഒരുത്തന് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ കൊണ്ട് ഒരു നാറിയ പരിപാടി ചെയ്യിപ്പിച്ചു, ഒരു പെണ്ണിനെ ഈ പരിപാടി തന്നെ ചെയ്യിപ്പിച്ചു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും, അല്ലെ? ഞാൻ ഏറ്റെടുക്കത്തില്ലേ? അപ്പൊ അവൻ ജയിലിലായാൽ കൂടി അവൻ പോലും അറിയാണ്ട് ഞാൻ വക്കീലിനെയൊക്കെ വെച്ച് ആളെ സെറ്റ് ചെയ്ത് അവന്റെ കാര്യങ്ങളെല്ലാം നോക്കും, അവന്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കണം, നോട്ട് ദ പോയിന്റ്. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കൂ? ഇല്ല, തിരിഞ്ഞു നോക്കത്തില്ല. ഇവിടെ പൾസർ സുനി ചെയ്ത എന്താ? വേറെ ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി ചെയ്തിട്ട് ജയിലിൽ വന്നിട്ട് അവൻ പറഞ്ഞതുപോലെ കേട്ടും കൊണ്ട് ദിലീപിന് കത്തെഴുതി. എന്തായാലും ദിലീപ് 5 പൈസക്ക് ഇവന്റെ ജാമ്യത്തിനോ ഇവന്റെ കേസിനോ വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല. ഇവന്റെ കേസിന് വേണ്ടിയിട്ടും ജാമ്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് 1 കോടി രൂപയ്ക്ക് മേളിൽ ചെലവായിട്ടുണ്ട് ഇവന്റെ വക്കീലിന് കൊടുത്തത് അടക്കം. ദിലീപ് 5 പൈസ കൊടുത്തിട്ടില്ല. പൾസർ സുനിക്കാണെങ്കിൽ ബേസിക്കലി പൈസ ഇല്ല, അത്രയും പൈസയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആര് കൊടുത്തു? ആരാണ് ഇവന്റെ കാര്യങ്ങൾ നോക്കിയത്? ബുദ്ധിപൂർവ്വം ചിന്തിക്കണ കിഴങ്ങന്മാരെ. ആരാണ് ഇവന്റെ കാര്യങ്ങൾ നോക്കിയത്? ഇവന്റെ ചെലവ് നോക്കിയത്? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഫോൺ വഴി ആരോ പറഞ്ഞതുപോലെയൊക്കെ കത്തും കാര്യങ്ങളൊക്കെ എഴുതി മൊത്തത്തിൽ ദിലീപിന്റെ തലയിട്ട് നല്ല ഒന്നാം തരം തന്തയില്ലാത്ത കളി കളിച്ച്. അതാദ്യം മനസ്സിലാക്കിയത്. നമുക്ക് ബുദ്ധി എന്നുകൊണ്ട് സാധനം ദൈവം തന്നിട്ടുള്ള ചിന്തിക്കാനാണ്, അല്ലാതെ മറ്റേ പൂട്ടി വെക്കാനല്ല. അത് വെച്ച് ചിന്തിക്ക്. ആ സാധനം വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാണ്ട് വല്ലവന്മാരും വെളവും ബോധമില്ലാതെ പറയുന്നതെല്ലാം വിശ്വസിച്ച് ജനങ്ങൾ ദിലീപ് എന്നെ കുറ്റവാളി എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന സമയത്ത് യഥാർത്ഥ പ്രതികളാണ് രക്ഷപ്പെടുന്നത്. ഈ പൾസർ സുനിയുടെ ചെലവും കാര്യങ്ങളും ദിലീപ് നോക്കില്ല. കാരണം ദിലീപിന്റെ പേര് ഒറ്റയല്ലോ. ദിലീപാണ് ബോസ് ആയിരുന്നെങ്കിലും ദിലീപിന്റെ പേര് ഒറ്റയെന്നാണല്ലോ പുറത്തുള്ള ചർച്ച. ആ സ്ഥിതിക്ക് പിന്നെ അവനെ ആരാണ് സഹായിച്ചത്? ദിലീപിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ആരാണ് സഹായിച്ചത്? ചിന്തിക്കാനുള്ളൊരു സാധനം കാണിക്കും. അല്ലാണ്ട് വന്നിട്ട് വായത്തോന്നി കോതയ്ക്ക് വിളിച്ച് പറയാതെ. എന്നാൽ ഈ സംഭവം കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അത് റെക്കോർഡ് ചെയ്യാൻ എനിക്കൊരു മനസ്സുണ്ടായി. അത് റെക്കോർഡ് ചെയ്യണം തോന്നി. അതിൽ സ്ത്രീ സാന്നിധ്യം പുള്ളി പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തെന്ന് പുള്ളി പറയുന്നുണ്ട്. അതുപോലെ സാക്ഷ്യ സ്വാധീനിച്ച വിഷയങ്ങൾ പറയുന്നുണ്ട്. 1.5 കോടി പുഷ്പം പോലെ ഞാൻ കൊടുക്കുമായിരുന്നു പറയുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം മറ്റേ ജയിലിൽ കിടക്കുന്ന പൾസർ സുനി കത്തൊക്കെ എഴുതി വെച്ചു. പിന്നെ നാദൃശ്യക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടു. അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈ 1.5 കോടി പുഷ്പം പോലെ കൊടുത്തതെന്ന് പറയുന്ന ഒരു മനസ്സിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ പറയുന്ന ആരാധകരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദിലീപായിട്ട് 1.5 കോടി പുഷ്പം പോലെ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അറിവ് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതിന്റെ ബാലൻസ് എനിക്ക് കിട്ടിയില്ല. അത് എന്തോ സാങ്കേതികത്വം കൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ദിലീപിന്റെ സൗണ്ട് എടുത്തത്. അതിന്റെ കൂടെ ബോണസായിട്ട് കിട്ടിയതാവില്ലേ. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു പൂർത്തിയാക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഒരുപാട് വിഷയം, അതായത് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. അണ്ണൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ.
എന്നിട്ട് അണ്ണൻ പറഞ്ഞ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സാധനമൊക്കെ അടിച്ചു പോയി എവിടെ പോയി എന്തോ കാറ്റി പറന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതെന്താണ് ദിലീപിന്റെ അത് മാത്രം റെക്കോർഡ് ചെയ്തപ്പോൾ അടിച്ചു പോകണതും അതെല്ലാം ഡിവൈസ് എല്ലാം കേടായി പോകുന്നതും? അതെന്താ അങ്ങനെ ദിലീപിന്റെ സൗണ്ട് ആയതുകൊണ്ട് അയ്യോ നമ്മുടെ ആക്ടർ ദിലീപിന്റെ സൗണ്ടാണ് അതുകൊണ്ട് ഡിവൈസ് മൊത്തം അടിച്ചു പോകാം എന്ന് പറഞ്ഞ് ചിന്തിച്ച് അടിച്ചു പോയാ നിങ്ങൾ ഇല്ലാതെ പോയി. അല്ലെ ഞാൻ കുറെ ചോദിച്ചാനെ പോട്ട് പുല്ല്, അല്ലാണ്ട് എന്നാ പറയാനാ? ഇനി പോലീസിന്റെ തരികടക്കളികൾ പറയാം. ഒന്ന്, അന്വേഷണം അട്ടിമറിക്കാനുള്ള പഴയ DGP ബെഹ്റയുടെ ശ്രമം എന്ന ഇതുവരെ അന്വേഷിക്കാത്ത ആക്ഷേപം. 2, കൂട്ടത്തോടെ കൂറുമാറിയ സാക്ഷികളെക്കുറിച്ച് അന്വേഷിച്ചിട്ടേയില്ല. 3, പൾസർ സുനി ആദ്യം എത്തിയത് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് എന്ന് മനസ്സിലായിട്ടും കാവ്യയെ അന്വേഷണ പരിധിയിലേക്ക് കാര്യമായി കൊണ്ടുവരാത്ത അന്വേഷണം. 4, കാവ്യമാധവൻ ഏതെങ്കിലും രീതിയിൽ ഈ കേസിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഇടപെട്ടതായിട്ട് നമുക്കറിയാം? കാവ്യമാധവൻ ഈ കേസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പൾസർ സുനിയെ കണ്ടത് പുറത്തു പറയരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളിക്കാരിയുണ്ട്. കാരണം ഞാൻ ജയിലിൽ കാണാൻ പോകുന്നതിന്റെ പുള്ളിക്കാരി എന്നോട് സംസാരിച്ചു. ബാലു, അതായത് ജയിലിൽ ഞാൻ കാണാൻ പോയി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച കോളിൽ പുള്ളിക്കാരി പറഞ്ഞതാണ് ബാലു ജയിലിൽ പോയിട്ട് തിരിച്ച് കണ്ടിട്ട് ചേട്ടനെ കണ്ടിട്ട് ദിലീപേട്ടനെ കണ്ടിട്ട് ഇറങ്ങുന്നവരെ സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാലുവിനെ തിരുവനന്തപുരത്തല്ലേ ഞാൻ കിടക്കുന്നത്, ബാലുവിലെ ദിലീപ് കിടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ചെയ്യാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള ടെൻഷനില്ല എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഞാൻ ആദ്യം വരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം വരുന്നവരെ പോലീസ് ചോദ്യം ചെയ്യും. പോലീസ് ചോദ്യം ചെയ്യാൻ ചിലപ്പോൾ ഞാൻ സത്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പോകാത്തത്. കാരണം പോകുന്ന ദിലീപിനെ കാണാൻ സന്ദർശിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന് ഞാൻ ഇതിനെ കേൾക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഭയം വന്നത്. അപ്പൊ അതുകൊണ്ട് പോകാതിരുന്നത് എന്നെ കമ്പൽ ചെയ്തിട്ടാണ് ഈ അനൂപ് സുരാജ് ഒക്കെ കൂടെ എന്നെ കൊണ്ടുപോയത്. അപ്പൊ അത് അവർക്ക് ടെൻഷനായിട്ടുണ്ടാവാം, കാവ്യക്ക് ടെൻഷനായിട്ടുണ്ടാവാം. അപ്പൊ അത് കാവ്യ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു ബാലു വരട്ടെ, ദിലീപായിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങൾ തീർന്നല്ലോ എന്ന്. അപ്പൊ ഞാനവിടെ നിന്ന് ഇറങ്ങിയിട്ട് അനൂപിനെ കാണുന്നു, സുരാജിനെ കാണുന്നു. എനിക്കന്ന് കുറച്ച് കാശ് എന്റെ പടത്തിന്റെ അഡ്വാൻസ് അതിൽ കൂടെ പെടുത്തി തന്നെ കുറച്ച് പൈസ വരുന്നു. ജയിലിൽ വെച്ച് ദിലീപേട്ട എന്റെ ഇങ്ങനെ പറയുന്നുണ്ട്, ആരും പറയരുതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ വന്ന് കണ്ടു, ദിലീപേട്ടാണ് പറഞ്ഞിരിക്കാം, ബാലുവിന്റെ അടുത്ത് സമാധാനപ്പെടുത്തി പറഞ്ഞിരിക്കാം. അപ്പൊ ബാലു വാക്ക് കൊടുത്തിരിക്കാം എന്ന അടിസ്ഥാനത്തിലാണ് പിന്നെ ഈവനിങ് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പിന്നീടുള്ള സംസാരത്തിൽ കാവ്യ എന്നോട് പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത്. ബാലു വന്നിട്ട് പോകുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ ഫുഡ് പോലും കഴിക്കായിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം പുള്ളിക്കാരിക്ക് അപ്പോൾ വിശ്വാസം വന്നു ബാലു ഏട്ടനെ കണ്ട് ഇതിനെക്കുറിച്ച് പറയില്ലെന്ന് പറഞ്ഞതാണ് എന്ന്. പക്ഷെ അപ്പോഴും എനിക്ക് ദിലീപ് കുറ്റം ചെയ്തുവെന്ന് അന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ആ സമയത്തും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുള്ളിയെ പെടുത്തിയതാവാം. പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ നവംബർ മാസം ഈ ചർച്ച നടക്കുന്നത് വരെയും ഞാൻ ഇരുന്നത്. ഇപ്പോൾ നിങ്ങൾ കരുതുന്നത് എന്താണ്? ദിലീപ് ഇതിനകത്ത് ശരിക്കുള്ള പ്രതിയാണ് എന്ന് തന്നെയാണ്? അല്ല, ഏത് ടൈപ്പ് പ്രതി എന്നുള്ളത് എനിക്ക് പറയാൻ നിർവാഹമില്ല. പക്ഷേ ഈ കുറ്റകൃത്യം നടത്തിയ ആളുകളുമായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലെ സംഭാഷണങ്ങൾ തന്നെയാണ് അന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം കാശിന്റെ ഇടപാടിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ടല്ലോ, ഞാൻ പുഷ്പം പോലെ 1.5 കോടി കൊടുത്തേനെ, ഞാൻ കൊടുത്തേനെ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപയുടെ ഡീലാണ്. അത് വേറൊരാളാണ് കൊട്ടേഷൻ കൊടുത്താണെങ്കിലും കാശ് കൊടുക്കാൻ റെഡിയായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ 1.5 കോടി പുഷ്പം പോലെ കൊടുത്തേനെ എന്നാണ് പറയുന്നത്. അതായത് അപ്പൊ പുള്ളിക്ക് ആ ഇടപാട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രൈം നടത്തിയ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ പുള്ളിക്ക് ബന്ധമുണ്ടെന്ന് തന്നെ വരും. ആ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് ബന്ധമില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അണ്ണൻ പറയുന്നത് 1.5 കോടി പുഷ്പം പോലെ ദിലീപ് കൊടുക്കുമായിരുന്നു. കൊടുക്കട്ടെ, എന്തായാലും കൊടുത്തില്ലല്ലോ. കൊടുക്കാത്ത സ്ഥിതിക്ക് ഈ പൾസർ സുനിയുടെ ജാമ്യത്തിനും വക്കീലിനും ഒക്കെ പൈസ കൊടുത്തത് ആരാ? അവനെ പിടിച്ചാൽ മതി, അവനാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. അത് ആരായാലും എന്തായാലും പൾസർ സുനിക്ക് കോടികളെടുത്ത് മുടക്കിക്കൊണ്ട് കേസ് വാദിക്കാനുള്ള സാമ്പത്തികമില്ല. ആ സ്ഥിതിക്ക് ആരാ അതിന്റെ പിന്നിൽ കളിച്ചത്? ഒരു ഉപകാരം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്ദേശവും ഇല്ലാണ്ട് പൾസർ സുനിയെ മൊത്തം പൈസയും ചെലവാക്കി ഒരാളും കളിക്കത്തില്ല. അങ്ങനെ അവന്റെ ചെലവുകൾ കാര്യം നോക്കിയ അയാളാണ് ഇതിന്റെ പിന്നിൽ. നടൻ ലാലിനെതിരെ എന്തുകൊണ്ട് അന്വേഷണം പോയിട്ടില്ല? മാർട്ടിൻ പലവട്ടം എടുത്തു പറഞ്ഞൊരു പേരാണ് ആക്ടർ ലാൽ. അന്വേഷണം പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ എല്ലാം ദുരൂഹതയുണ്ട്. പക്ഷെ ദിലീപിനെ പറയാനാണ് എല്ലാവർക്കും മിട്ടുക്ക്. ഈ കൂടെ നിന്നു എന്ന് പറയുന്ന ബാലചന്ദ്രകുമാർ പറയുന്ന അണ്ണൻ പറയുന്നത് ഒരു കാരണവശാലും നമ്പാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ വ്യാജ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു, വന്നിരുന്നു, വീഡിയോ കണ്ട് ചിരിച്ചു. അത് ആരുടെ അങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കണ്ട് ചിരിക്കാൻ മാത്രം? അതെനിക്ക് തോന്നുന്നില്ല. ഒരു രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഒന്നാം തരം പൈസ വാങ്ങിയ ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ ഇരുന്ന് തുപ്പുന്നതൊക്കെ. അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. ദിലീപിന്റെ കരിയർ തകർക്കുക എന്ന ഉദ്ദേശം വളരെ നൈസായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനെ ഇത്രയും ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആ സ്ഥിതിക്ക് അങ്ങനെ ഒറ്റുവോടെ ദിലീപിനെ ഒറ്റുവോ? അപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വേറെ ആരാ നല്ല കിമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അനുഭവിക്കാൻ ആളില്ല. അതാണ് അവസ്ഥ, കർമ്മ. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ബാക്കി പറ. മാഡം ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഊഹം അവിടെ നിന്ന് കിട്ടിയിരുന്നോ? പൾസർ സുനിയോടൊപ്പം ചോദിച്ചപ്പോൾ ഞാൻ ഒരു സ്ത്രീ ഇതിലുണ്ട് എന്നുള്ള ഒരു ഊഹം ഒക്കെ അങ്ങനെ ചില ചോദ്യങ്ങളിൽ കൂടെ ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മുമ്പും പറഞ്ഞു, ഞാൻ ജയിലിനൊരു സ്വഭാവമുണ്ട്. ജയിലിൽ അറിഞ്ഞ ആളുകൾ ജയിലിൽ നിന്ന് മറ്റൊരാളോട് ഒരു പരിധി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കില്ല. അത് ചോദിച്ചാൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ കൂടുതലും ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതലൊന്നും ഞാൻ ചോദിക്കാറില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടും ഒരു പരിധി കൂടുതൽ ഞാൻ എന്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. കേൾക്കുന്നത് മാത്രം. ഞാൻ കേൾക്കുന്നത് അത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. இந்த ஜெயில் மேட்டு வந்து ரொம்ப நல்ல மேட்டு தானே. அவனை போல ஒரு நன்மை மரம் வேற இல்லை என்ற பொண்ணு அண்ணா.
അവൻ പറയണായിട്ട് കഴിഞ്ഞാൽ മറ്റേ ഞാൻ ഒന്നും പറയാനില്ല, ഞാൻ ബാക്കി പറയാം. എൻ്റെ കുറച്ച് കൊണയടയും കൂടി ഉണ്ട്, അതും കൂടി കേൾക്കണം. അഡ്വക്കേറ്റ് 8-ാം പ്രതിയുടെ അഡ്വക്കേറ്റ് രാമപിള്ള എന്ന് പറയുന്ന ആളുടെ പേര് ഞാനവിടെ കൃത്യമായിട്ട് ഞാനവിടെ പറഞ്ഞു. പക്ഷേ അത് എഴുതേണ്ട ആൾ അത് എഴുതിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാധ്യമത്തിൽ പറഞ്ഞു. അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജിയും ദിലീപും തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് എന്നല്ല, ചില അഭിഭാഷകർ സീനിയർ അഭിഭാഷകരൊക്കെ ആയിട്ട് ഈ ജഡ്ജിമാരായിട്ട് ചില ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. ഒരു അക്കാഡമിക്കൽ പ്രോബ്ലം ബഹുമാനം അതുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അവരത് നോട്ട് ചെയ്യാതെ പോയതായിരിക്കാം. അതാ ഞാൻ പറഞ്ഞതല്ല, അത് വേറെ ഒന്നല്ല. ഞാനതങ്ങനെ മറ്റു രീതിയിൽ വിമർശിച്ചൊന്നുമല്ല. ഇപ്പൊ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് എനിക്കൊരു പശ്ചാത്താപമില്ല. തീർച്ചയായിട്ടും അത് 16 മിനിറ്റുള്ള ഒരു ഓഡിയോ കോള് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇരിക്കുന്നതാണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെയുള്ള അതെ 5 സെന്റ് സ്ഥലവും 25 ലക്ഷം രൂപ. എനിക്ക് അങ്ങനെ ദിലീപിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്താൽ പിന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായാളൊന്നുമല്ല. പക്ഷേ ഇത് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതൊക്കെ കേട്ടിരുന്നത്, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞു, 5 സെന്റ് ഭൂമി എന്ന് പറഞ്ഞു. ഞാൻ ഇനി 50 ചോദിച്ചാൽ അവർ തന്നെ എനിക്ക് തോന്നുന്നു തരുമായിരിക്കാം. പക്ഷെ ഞാൻ അതിലേക്ക് പോയിട്ടില്ല. കാരണം ഞാനത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളല്ല. ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്. ഇല്ലടാ, ദിലീപ് മൊത്തം സമ്പാദ്യം നിനക്കൊക്കെ എഴുതരും. എന്നിട്ട് ദിലീപ് പിച്ച എടുക്കാൻ പോകും നാളെ റോട്ടിൽ. പിന്നെ അല്ലാണ്ട് ഇവന്മാർ പറയണം പറച്ചിൽ കഴിഞ്ഞാൽ ദിലീപ് എന്തുപാട് കോടിഷൻ, അംബാനിയേക്കാൾ കോടീഷൻ ആ സെറ്റപ്പില്ല. ഓക്കെ, പൈസ കാണും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്ന് വെച്ചിട്ട് ഈ ഒരു ചീള് വേദനയൊക്കെ അങ്ങനെ ചുമ്മാ കോടികൾ വാരി ഇറക്കും, അങ്ങനെ അത്രയും പൊട്ടണതേ ഞാൻ പറയത്തുള്ളൂ. എന്തിന്? അതിന്റെ എന്താ ആവശ്യം? അയ്യോ, വളരെ കഷ്ടം, വളരെയധികം കഷ്ടം. അയ്യോ, ഒന്നും പറയാനില്ല. ഇവനൊക്കെ തള്ളി മറിക്കുന്നത് കേട്ട് ജനങ്ങൾ വിശ്വസിച്ച് കൈയടിക്കാൻ ഒരുപാട് പേര് ഇവന്മാരെ തള്ളു കേട്ടു. ഇവന്മാർ പറയുന്ന എല്ലാം കറക്റ്റാണ്. ഇതിപ്പോ ജനങ്ങളുടെ മെന്റാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, അല്ലെങ്കിൽ ദിലീപ് തെറ്റുകാരനല്ല എന്നുള്ള രീതിയിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കും. അല്ലാതെ ദിലീപ് കുറ്റക്കാരനെന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ പോയി കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും. നീ തന്നെടാ, നീ സത്യത്തിനൊപ്പം നിൽക്കണടാ, നീ മൊത്തമണിയടാ, തക്കുടു ആവടാ, ചുറ്റുടു ആവടാ എന്ന്. ഇതാണ് ജനങ്ങളുടെ ഒരു പ്രശ്നം. ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ എന്താ പറയുന്നത്? അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. അവർക്ക് നീതി ലഭിക്കണം, അതുപോലെ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അത് ദിലീപ് ആണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം, ദിലീപ് അല്ലെങ്കിൽ മറിച്ച് ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്. ഇതൊക്കെയാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഘോര പ്രസംഗിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത കുറെ വിവരദോഷികൾ. അല്ലാണ്ട് എന്നാ പറയാനാ? അതായത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു സുനിയുടെ അടുത്ത്, ഈ ദിലീപും നാദൃശയും അപ്പുണ്ണിനെ കുറിച്ച് എനിക്കറിയില്ല. അവൻ ഫോണിൽ വിളിച്ച സമയത്ത് ചില പേരുകൾ അപ്പുണ്ണി അപ്പു എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം അപ്പുണ്ണി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷേ ഫോണിൽ ചില വാക്കുകളൊക്കെ കേട്ടിട്ടാണ് ഈ അപ്പു. അപ്പോൾ ഈ നാദൃശയും ദിലീപും കൂട്ടുകെട്ടാണെന്നുള്ള കാര്യം നേരത്തെ പോലെ നമുക്ക് സിനിമയിലെ മേഖല കാണുമ്പോഴൊക്കെ അറിയാം. അപ്പോൾ ഈ ദിലീപ് നാദൃശയും ഒക്കെയാണ് ഇതിന്റെ പുറകിലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് നാളെ നിന്നെ തള്ളിക്കളഞ്ഞാൽ, ചിലപ്പോൾ തള്ളിക്കളയാലോ, നിന്നെ കൈവിട്ടാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, അങ്ങനെ എന്നെ കൈവിടാൻ അവർക്കാവില്ല, കാരണം ഇത് മാത്രമല്ല ഇതുപോലെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. ഞാനിത് അന്ന് 5 വർഷം മുമ്പ് പറഞ്ഞ അതേ വേർഡ് ഞാൻ ഇപ്പോഴും പറയുന്നത്, കാരണം അന്ന് കേട്ടത് അങ്ങനെയാണ്. ഇതല്ലാതെ ധാരാളം കാര്യങ്ങൾ പൾസർ ഇവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ഗണ്ണായിട്ട് ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അവൻ ഗണ്ണായിട്ട് ഉപയോഗിക്കോ അല്ലാതിരിക്കോ അതൊന്നും എന്റെ വിഷയങ്ങളല്ല. ചിലപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. പല വിവരങ്ങളും അറിയായിരിക്കും. അത് സുനി മൗനം പാലിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്നൊരിക്കൽ വിളിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ള ആളുകൾ, അതായത് അവൻ പറഞ്ഞാൽ ഇപ്പോൾ പൊതുസമൂഹം വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബാലേന്ദ്രകുമാറിനെ പോലെ പല ആളുകളും രംഗത്തേക്ക് വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്ന് സ്വയം പറയുമ്പോൾ സുനി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ള കാര്യം പൊതുസമൂഹം അറിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് സുനി ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെന്ത്, സുനിയിരിക്കും, നല്ലോണം ഇരിക്കും. നിങ്ങൾ വിശ്വസിച്ചോട്ടൊക്കെ ഇരുന്നാൽ മതി. നിനക്കൊക്കെ 25 ലക്ഷം 5 സെന്റ് സ്ഥലം, നീയാണ് എന്നാ 28 എന്താ പോടെ എനിക്ക് തള്ളി മറിക്കാണ്ടിരുന്ന്. അല്ലാണ്ട് എന്നാ പറയാനാ? ഇമാരെ തള്ളിയിട്ട് ജവന്മാരിനെ കോടതി തോന്നിപ്പോ. ദൈവമേ, ഇത് കുറെ ജനങ്ങൾ വിശ്വസിക്കും കേട്ടാ. അതിനുശേഷമാണ് പോയി തെറി വിളിക്കുന്നത്. അവരിതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടോന്നൊന്നും ചിന്തിക്കത്തില്ല. അവൻ അങ്ങനെ പറഞ്ഞു, അപ്പൊ ശരി തന്നെ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയതാണ്. പൾസർ സുനി ദൈവപുത്രനെ പോലെയാണ് അവനെ എടുത്ത് തലേ വെച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞ് ദിലീപിന്റെ പേര് കറക്റ്റ് തന്നെ. മാർട്ടിൻ വന്നിട്ട് പറഞ്ഞു ലാലിന്റെ പേര്, അത് തെറ്റ്, അത് തപ്പ്. പക്ഷേ മറ്റവൻ ദിലീപിന്റെ പേര് പറഞ്ഞു, അത് കറക്റ്റ്, അത് കറക്റ്റ്. അതിൽ ലാൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്, നേരത്തെ. ഇനി എങ്ങാണ്ട് പൾസർ സുനി വന്ന് എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കരിയർ തീർന്നില്ലേ, എന്റെ ജീവിതം തീർന്നില്ലേ? ഇട്ട് വെച്ച് അത് സെഞ്ച് വെച്ച് പോച്ചേ. ഇനി മീഡിയക്കാരുടെ നാറിയ കളി റിമി ടോമി എക്സ്പോസ് ചെയ്യുന്നുണ്ട്. റിമി ടോമിയായിട്ട് അതിൽ അങ്ങനെ എടുത്ത് പറയുന്നില്ല, എങ്കിലും ഞാനത് കേട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് വെടിപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. മീഡിയക്കാരുടെ നാറിയ കളി, ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ പോലും തിരക്കാണ്ട് നാറിയ കളി കളിക്കുന്ന മീഡിയ, അതിനൊന്ന് ഇപ്പൊ എക്സ്പോസ് ആക്കി കാണിച്ചു തരാം. അല്ല, ഞാനിപ്പോ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനോരമ പേപ്പറിനെയും ചാനലിനെയൊക്കെ അത്രയധികം വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കിവിടെ സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം
ഒരു സാമ്പത്തിക ഇടപാട് സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോ ഇത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സാറേ എന്താ ഇങ്ങനെ ഇതെന്ന് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ, റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളുമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ദൈവത്തെ വിളിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ വളരെ ഒരു പൈസ പോലും ഞാൻ അന്ന് ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ പോലും എന്റെ പേരിൽ ഞാൻ മറ്റേ വിദേശത്തുനിന്ന് പണം കടത്തി ഹവാല കേസ്, അങ്ങനെ ഒരു കേസ് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് ഒന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്, പക്ഷെ റീമിയുടെ പേര്, റീമിക്ക് ഇത്ര ശത്രുക്കളുണ്ടോ, റീമി എന്താ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് ഞങ്ങളല്ല കൊടുക്കുന്നത്, റീമി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ പോലും ഞാൻ ഇത്രയും നാളായിട്ട് അടച്ചിട്ടില്ല. ഓക്കെ, നമ്മളെല്ലാവരും നികുതി അടയ്ക്കാൻ ചിലപ്പോൾ മറന്നുപോകും, മറന്നല്ല ചിലപ്പോൾ ചെയ്യാണ്ടാവും. നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് നികുതി അടയ്ക്കേണ്ടതായിട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, അല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്. ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം. കേട്ടാ നിങ്ങൾ ഈ കാര്യം കേട്ടാ, നിങ്ങൾ വേറെ ഒന്നുമല്ല, ഇവിടെ റിമി ടോമിയുടെ കേസിനെ പറ്റിയിട്ട് മീഡിയക്കാര് ഈ ദിലീപിന്റെ ഈ കേസുമായിട്ട് കണക്ട് ചെയ്ത് വലിച്ചഴച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻകം ടാക്സിന്റെ കാര്യങ്ങൾ, പഴയ ഏതോ കേസും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇവര് തമ്മിൽ പൈസ ഇടപാട് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ മീഡിയക്കാർ വ്യാജമായിട്ട് ഈ സാധനം കണക്ട് ചെയ്ത്, അപ്പൊ ഇത് ഇവിടെ എക്സ്പോസ് ആവാണ്. അല്ലെങ്കിൽ മീഡിയക്കാർ സമ്മതിക്കണം, അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ലൈവിൽ അവന്മാർ ചോദിക്കണമായിരുന്നു, ചോദിച്ചിട്ടില്ല. ഇവിടെ റിമി ടോമി പറയുന്നത് കേട്ടുകൊണ്ട് അണ്ണാക്കി പിരിവെട്ടിക്കൊണ്ട് ഇരുന്നു കൊണ്ട് അത് അവരങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞ് അയ്യോ നമ്മളെന്തോ. അപ്പൊ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ആണോ ചെയ്തതെന്ന് കൂടി ഇവിടെ റിമി ടോമി ചോദിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്, കറക്റ്റായിട്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ മീഡിയക്കാരന്മാർ നല്ല ഒന്നാതരം നാറുകളിയാണ് കളിച്ചിട്ടുള്ളതെന്ന്. അവർ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി ദിലീപിനെതിരെ ഒരുപാട് തെളിവെന്ന്, എന്നിട്ട് ഒരു തെളിവുമാർ കാണിച്ചില്ല, തെളിവ് കാണിച്ചില്ല. തെളിവ് ഇപ്പൊ അവർ ഞെട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഈ സാധനം ഇഞ്ചക്റ്റായി ജനങ്ങൾ വിശ്വസിച്ചു, ഓ ദിലീപ് തന്നെ. ഇപ്പൊ ജനങ്ങളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ദിലീപ് അല്ലെന്നുള്ളൊരു സാധനം അവർക്ക് ചിന്തിക്കാൻ പറ്റാതെയായി. അതാണ് സംഭവിച്ചത്. ഇനി ബാക്കി വെട്ടിപ്പ എക്സ്പോസ് ചെയ്ത് തരാം. അണ്ണാക്കി പിരിവിട്ടിരിക്കുന്ന മനോരമയെ ഞാൻ കാണിച്ചു. ബന്ധപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്താണ് റിമിയിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയില്? നിങ്ങളായിട്ട് എന്താ കാവ്യ, സോറി ആ പേര് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അല്ല, വന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ഷോയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിച്ചു. അതിനുശേഷം ഈ ഷോയുടെ കാര്യം ചോദിച്ചു. ഇവരുമായിട്ടൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള. അതിപ്പോ ഞാൻ അവരോട് പറഞ്ഞു, അവർ പറഞ്ഞു, എന്നോട് പ്രത്യേകം അവർ പറഞ്ഞില്ല റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, റീമിക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം. പിന്നെ സാമ്പത്തിക ഇടപാടിന്റെ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു 5 പൈസ നിങ്ങളെ ഞാൻ ദൈവത്തെ മുൻനിർത്തി പറയാം, അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാന്ന് തന്നെ പറയാം. അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും, എന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ, അച്ഛന്റെ, അനിയത്തിയുടെയോ, അനിയന്റെയോ, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാരുടെയോ കൂട്ടുകാരുടെയോ, അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്നു. ഇത് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ്. ഒരുപക്ഷെ അനധികൃതമായ ചില ഇടപാടുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദിലീപുമായോ അല്ലെങ്കിൽ കാവ്യയുമായോ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് പങ്കാളിത്തമോ സാമ്പത്തിക ഇടപാടോ ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലേ, അവർക്ക് വേറെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ കാണും. എന്റെ അടുത്ത് അവരൊരു ബിസിനസ് പങ്കാളിത്തമായിട്ട് ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല. അതല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലമോ പോട്ടെ, ഒരു 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതായത് റിമി പറയാണ് ഇവരുമായി യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ല, യാതൊരു വിധ. അതായത് എനിക്ക് 101% ഉറപ്പ് പറയാം. നിങ്ങൾ വേണേ എന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്ക്. പക്ഷെ അതേ മുൻപേ ഇങ്ങനെ പറയുമ്പോ അതെന്താ നിങ്ങൾ അന്വേഷിക്കാണ്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നത്? കേട്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കാതെ ന്യൂസ് കൊടുക്കുന്നത്? അതിനർത്ഥം എന്താ? ഇവന്മാർ വായി തോന്നിയ കോതക്കാട്ട് വിളിച്ചു പറഞ്ഞു. അതായത് ഇവന്മാർ പറഞ്ഞെന്താ, റിമി ടോമിക്ക് ദിലീപും കാവ്യയായിട്ടൊക്കെ സാമ്പത്തിക ഇടപാടും അത് ഇതുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പല കാര്യങ്ങളും പല അപരാധങ്ങളും ഇവന്മാർ പടച്ചുവിട്ട്, അതിനെ തുടർന്നാണ് ഈ മനോരമ ന്യൂസിനെ റിമി ടോമി വിളിച്ച് സംസാരിക്കുന്നത്. ആ വോയിസാണ് നിങ്ങൾ കേൾക്കുന്നത്. അതായത് യുവമാർ അന്നേ നാടകളി കളിക്കുന്ന ഈ മീഡിയക്കാരന്മാര് നല്ല ഒന്നാം തരം പെരട്ട് നാടക കളി. കാരണം ഇവന്മാർ റീച്ചിന് വേണ്ടിയിട്ടും TRPക്ക് വേണ്ടിയിട്ടും ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടും ഇവന്മാർ കളിച്ച കളിയാണ്.
ഇവിടെ റിമി ടോമിയെ വരെ കണക്ട് ചെയ്ത് ഈ സംഭവം കൊണ്ട് ഇട്ട് ഇവന്മാർ കളിച്ച ഊളക്കളിയാണ്. അല്ലെങ്കിൽ ഇവന്മാർ റിമി ടോമി സംസാരിച്ച സമയത്ത് ഇല്ല നിങ്ങൾ അങ്ങനെയാണ് സാമ്പത്തിക ഇടപാട് നടത്തിയെന്നുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടോന്ന് പറയാത്തത്. തെളിവ് ഉണ്ടാക്കി അവരുടെ കയ്യിലൊരു തേങ്ങയില്ല, ചുമ്മാ വായ്ത്താളം അടിച്ച്. ഈ വായ്ത്താളം എന്ത് ചെയ്യും? ജനങ്ങൾ വിശ്വസിക്കും. ടെലിവിഷനിലൂടെ കാണുന്ന ജനങ്ങൾ വിശ്വസിക്കും. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല. ഇന്നാണ് നമ്മളെ പോലെയുള്ളവന്മാർ എടുത്തു വെച്ച് ഇതൊക്കെ പൊളിച്ചെടുക്കുന്നത്. അന്ന് ഇത്രയും ആക്റ്റീവ് അല്ല, പൊളിച്ചെടുക്കാൻ ആളില്ല. അപ്പൊ ഈ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ വിശ്വസിക്കും. ഓ അപ്പൊ അത് തന്നെ ഈ റിമി ടോമിയെ കുറിച്ചിട്ട് ഉമ്മാർ ആദ്യം ഒരു ന്യൂസ് അടിച്ച് പടച്ചു വിട്ടായിരുന്നു, സാമ്പത്തിക ഇടപാട് നടത്തി മറ്റാണ് മാങ്ങയാണ് തൊലിയാണെന്ന്. എന്നാൽ റിമി വിളിച്ച സമയത്ത് അത് നേരെ അങ്ങ് തിരിഞ്ഞ് അപ്പൊ നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ല അല്ലേ ഈ സെറ്റപ്പിലായി. ആദ്യത്തെ ന്യൂസ് കണ്ട ആൾക്കാരെല്ലാവരും ഈ ന്യൂസ് രണ്ടാമത്തെ കാണണമെന്നുണ്ടാ? ഇല്ല. അതാണ് പറയുന്നത്. ഇപ്പൊ എന്റെ ഈ വീഡിയോ ഇവന്മാരെല്ലാ കള്ളത്തനങ്ങളും എക്സ്പോസ് ചെയ്യുന്നു. ഇത് എത്ര പേര് കാണും? നിങ്ങൾ ഇതിന്റെ വ്യൂവർഷിപ്പ് നോക്കി നോക്ക്, ഒരു തേങ്ങ കാണത്തില്ല. പക്ഷെ ലക്ഷക്കണക്കിന്, എന്തിനു കോടിക്കണക്കിന് ആൾക്കാർ ദിലീപിനെ കുറ്റവാളിയാക്കി, ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞും കൊണ്ട് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഉത്തരം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, മീഡിയക്കാരന്മാരെന്ന് പറയുന്നവന്മാർ കളിക്കുന്നത് നാറി കളിയാണ്. വര ഇവന്മാർ ഒരാളെ അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടും ഒരാളെ കുറ്റപ്പെടുത്തി കുറ്റവാളി ആക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന പറാട്ട് ഊളക്കളി, അല്ലാണ്ട് എന്നാ പറയാനാ. ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ഒരുപക്ഷെ ദിലീപിനെ, കാവ്യയെ കൂടുതലായി ടെലിഫോണിൽ റിമി ബന്ധപ്പെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് ചില സംശയങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് കാണുന്നത് മനോരമ ന്യൂസിലാണ്. ഞാൻ ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അറിയാവുന്ന ആളെന്നുള്ള കാവ്യയെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ എന്നുള്ള പേര് പറയണ്ട, പിന്നെ പേര് പറഞ്ഞു, സോറി കേട്ടാ, ഇങ്ങനെ ഒരു കാര്യം ഇരയ്ക്ക് സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അന്ന് ഒരൊറ്റ ഫോണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയണം ഞാൻ ദിലീപും കാവ്യയായിട്ട് ഇങ്ങനെ അടിക്കടി വിളിച്ചോണ്ടിരിക്കുന്നു? ഓക്കെ, സംസാരിച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്നെ പോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സംസാരിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ സംസാരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ അപ്പൊ തന്നെ ഈ വിളിച്ച ഇരയായ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. 20-ാം തീയതി രമ്യയായിട്ട് ഞാൻ ചോദിച്ചു. 10-ാം തീയതി ഞാനും ഈ ഇരയായ കുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ മെസ്സേജിലൂടെ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടെന്നൊക്കെയാ പറയണത്. എന്ത് ശത്രുതയാണെന്നാ ഇരയായ കുട്ടിയോട് തന്നെ ചോദിക്കാം. അതെ, അതിജീവിതയും റിമി ടോമിയും തമ്മിൽ ശത്രുത മീഡിയക്കാർ അടിച്ചിറക്കിയതാ. അത് അടിച്ചിറക്കിയ ന്യൂസിനോട് തന്നെ വിളിച്ചിട്ട് അത് ക്ലിയർ ചെയ്യുന്നു റിമി. അവസ്ഥ ആലോചിച്ച് നോക്ക്. അവർ മനസാവാച അറിയാത്ത കാര്യങ്ങൾ ഈ ന്യൂസുകാരന്മാർ പടച്ചു വിട്ട്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ദിലീപിന്റെ മേലുമാർ എന്തൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുന്നു? ദിലീപിന് ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു അവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ റിമി ടോമിക്ക് പ്രതികരിക്കാൻ പറ്റിയ ആ സമയത്ത്. എങ്കിലും ഇപ്പോഴും റിമി ടോമി ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാ? ഈ ന്യൂസുകാരന്മാർ പറഞ്ഞു ഫലിപ്പിച്ച കാര്യങ്ങൾ. യുവമാര് ഫേക്കായിട്ട് കണ്ടന്റ്, ഫേക്കായിട്ട് ന്യൂസുമാണ് ഇവിടെ ഈ മീഡിയക്കാരന്മാർ ഇപ്പൊ പടപ്പിച്ച് വിട്ടോണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്ക്. ജനങ്ങളെ വീട്ടികളാകാണ്ട് നിങ്ങൾ ഇരിക്കും. ന്യൂസുകാരന്മാർ പറയുന്നതെല്ലാം അതുപോലെ ശരിയാണെന്ന് പറഞ്ഞെടുത്ത് വിഴുങ്ങിയിട്ട് കമന്നിരിക്കാണ്ട് സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധം കാണിക്കും. കൂടുതൽ ഒന്നും പറയാനില്ല. കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. എന്തായാലും പോലീസിനോട് റിമി പറഞ്ഞ കാര്യങ്ങളിൽ പോലീസിന് ചില പൊരുത്തക്കേടുകൾ, ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പോലീസിന് ഒരു സംശയമുണ്ട്. പുറത്തു വരുന്ന വാർത്തകൾ മാത്രമാണ് കേട്ടോ. ഒരുപക്ഷെ പോലീസ് ഇനി വാർത്തകൾ കേട്ടു എന്ന് പറയാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കേട്ടിട്ട് അറിയിച്ചു. നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് കണ്ടെങ്കിൽ നമ്മളെ പറ്റി എത്ര പുറത്ത് ഇങ്ങനെ വേണ്ടാത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ ഒരു വിഷമം വരില്ലേ? പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനൽ ആകുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതുപോലെ ന്യൂസ് കൊടുത്തിരുന്നെങ്കിൽ വെറുതെ കേൾക്കുന്ന ഒരു ന്യൂസിൽ നമുക്ക് എന്തോ ഒരു വിഷമം വരും. റിമി ഇപ്പോൾ നൽകുന്ന വാർത്ത ഒരു റിമിയുടെ വിവരങ്ങൾ ആരാഞ്ഞു, പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട എന്നുള്ളത് മാത്രമാണ്. അത് സത്യമല്ലേ? റിമി തന്നെ സമ്മതിച്ചില്ലേ അത്? ഫോണില് ഈ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അത് കുറച്ച് കാര്യങ്ങൾ, സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ 1-2 കാര്യങ്ങൾ അറിയുന്നു. പിന്നെ ഇത് മാത്രം ചോദിച്ചു. നിങ്ങൾക്ക് ഞാനിപ്പോ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റീമി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ന്യൂസിൽ വന്നേക്കുന്നത്. റീമി അവരോട് പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ലാന്ന് റീമിക്ക് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്നാണ് അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത്. ഇവർ ഓരോന്ന് സങ്കല്പിച്ചിടുവാണ്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞതല്ല. അതായത് ആ പോലീസുകാരൻ തന്നെ ആ സമയത്ത് പറഞ്ഞു, നിർമ്മി നമ്മൾ സംസാരിച്ച കാര്യങ്ങളല്ല അവന്മാർ പുറത്തു വിട്ടിട്ടുള്ളൂ, അവന്മാർ വേറെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കൈന്നിട്ടാണ് പുറത്തു വിടുന്നത്. കേട്ടല്ലോ, ഇതുപോലെ ഇല്ലാത്തത് ഉണ്ടാക്കി തന്നെ ദിലീപിന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തത്. കേട്ടാ, അതാണ് കാര്യം പറഞ്ഞത്. ഇനി ദിലീപ് പുറത്ത് നിരപരാധിയാണെന്ന് തെളിഞ്ഞ സമയത്ത് ദിലീപ് എന്താ പറഞ്ഞ? മഞ്ജുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടോ അതിന്റെ പിന്നാലെ? ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എല്ലാവരും ദിലീപിനെ തൂക്കിക്കൊള്ളുന്ന ഈ ഒരൊറ്റ ടാഗ് ലൈനും പിടിച്ചിരിക്കുകയാണ്. അതിലെന്തോ വലിയ മനസ്സുഖാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. അതുകൊണ്ടാണ് എല്ലാം കൂടി അതിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. റിമി പറയുന്ന ബാക്കി കേട്ടിട്ട് 10 പറയണം എനിക്ക്.
എന്തായാലും പോലീസ് എന്താണ് പറഞ്ഞു നിർത്തിയത്? ഒരുപക്ഷെ ഇനിയും ചില കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ. ഇതാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര എന്തിനാ മാഡം ഒക്കെ പറഞ്ഞ ആദ്യമാണ് എനിക്ക് വലം കൈ ആക്കുന്നു, വിദേശത്ത് ഷോയ്ക്ക് പോകരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ വരെ ഞാൻ കാണുക, വിദേശത്ത് ഷോയ്ക്ക് പോകരുത് അങ്ങനെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ എന്നാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ തിരച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ല ഇത്. അപ്പോ പിന്നെ അവരെങ്ങനെ ഇങ്ങനെ ന്യൂസ് ഇങ്ങനത്തെ ബന്ധമില്ലാത്ത ന്യൂസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്നാണ് ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ലൈവിൽ വരാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായും റിമി, ഒരു കാര്യം കൂടി, ഒരുപക്ഷെ ഇപ്പോൾ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തതയുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് റിമി ഒന്ന് വരണം, ചിലത് സംസാരിക്കാണ്ട് ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വരില്ല. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. ഇത് അങ്ങനെ വരാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് അവരുടെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ ചോദിക്കുന്നു, ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി റിമി, എന്തായാലും റിമിയെ സംബന്ധിച്ച് റിമി ഇപ്പോൾ കേരളം മുഴുവൻ സ്നേഹിക്കുന്ന ഒരാളാണ് റിമി. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത റിമിയുടെ ഒരു വിശദീകരണം കേൾക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് റിമി വിളിച്ചത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് വാർത്ത അറിഞ്ഞിട്ട് ദേവിയുടെ ഒന്നുകൂടെ ഞാൻ പറയണം, സാമ്പത്തിക ഇടപാട് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ പറയുക, വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മാതാവിനും അതിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ക്രൂരമായ കാര്യത്തിന് കൂട്ടി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് സാമ്പത്തിക ഇടപാട് 5 പൈസ അത്ര തന്നെ ഞാൻ പറയാം. ഞാനും ദിലീപും കാവ്യ ഒരു ബിസിനസ് പാർട്ണർഷിപ്പോ അങ്ങനത്തെ ഒരു കാര്യമില്ല. എന്നോട് വിദേശത്ത് ഒരു പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ എന്തൊക്കെയാ ചോദിച്ചത്? ഓക്കെ, സംഭവം നടന്ന ശേഷം കാവ്യനെ വിളിച്ചു. അതിപ്പോ ഏത് സുഹൃത്തുക്കളായാലും ഒന്ന് വിളിച്ചിട്ട് അന്വേഷിക്കില്ല, പറയില്ല നമ്മൾ കാര്യങ്ങൾ. ജസ്റ്റ് ചോദിച്ചു, അത് ദിലീപിനെ അന്ന് വിളിച്ചിട്ടുമില്ല. കേട്ടാടേ, മീഡിയക്കാരന്മാർ ഉണ്ടാക്കി വെക്കുന്ന അണ്ണാക്കിലടി കണ്ട, ഇതാണ് പറയുന്നത്. യുവമാര് കളിച്ച കളിയാണ്. യുവമാരെല്ലാം കൂടി വളച്ചടിച്ച് ദിലീപ്. പൾസസുനി പറഞ്ഞ അച്ചോട്ടാണ്, ആ അവസ്ഥയാണ്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ദിലീപാണ് കുറ്റവാളികൾ ഉറപ്പായിട്ട് രക്ഷിക്കപ്പെടണം. എന്റെ കുഞ്ഞമ്മയുടെ മാനൊന്നുമില്ല രക്ഷിക്കാൻ, ഉറപ്പായിട്ട്. പക്ഷെ മറിച്ച് അല്ലെങ്കിൽ, അതാണ് എന്റെ ചോദ്യം, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ കേസ് CBI അന്വേഷിക്കണം. അതും വാഴ വിണ്ടി പോലെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അതാണ് ചെയ്യേണ്ടത്. അപ്പീലോട്ടൊക്കെ മുകളിലോട്ട് പോയിട്ട് കാര്യമില്ല. ഈ കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കണം. അതാണ് ചെയ്യേണ്ടത്. നുണപരിശോധന നടത്തേണ്ട നാളുകളെ നടത്തണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ആരോട് പറയും, ആര് കേൾക്കാൻ? ഇപ്പോഴും ദിലീപ് ആണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.